മലപ്പുറം പാർട്ടി മലബാർ പാർട്ടി എന്ന വിശേഷണം ലീഗ് തിരുത്തുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മികച്ച വളർച്ചയാണ് നേടുന്നത്. അവർക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണവും അവരുടെ വിജയ ശതമാനവും അത് സൂചിപ്പിക്കുന്നു. 3203 പേരാണ് ഇത്തവണ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് വിജയിച്ചിട്ടുള്ളത്. അതിൽ 2843 പേർ വിജയിച്ചത് കോണി ചിഹ്നത്തിലാണ്. ഇനി തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 285 പേരെ ലീഗിന് വിജയിപ്പിക്കാൻ സാധിച്ചു. അത് 2020-ൻ്റെ ഇരട്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ 42 പേരാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിച്ചെങ്കിൽ ഇത്തവണ അത് 85 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. എറണാകുളത്തെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടെ ലീഗിന് ഒരു കുറച്ചുകൂടി മികച്ച വിജയം നേടിയിട്ടുണ്ട്. 41 പേർ കഴിഞ്ഞ തവണ 2020 അവിടെ ലീഗിൻ്റെ ആളുകളായി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 88 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കൊച്ചി കോർപ്പറേഷനിൽ 3 സീറ്റുകൾ ലീഗ് നേടി എന്നുള്ളതാണ്. അവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ലീഗ് അവകാശവാദം ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ കളമശ്ശേരിയിൽ കഴിഞ്ഞ തവണ 3 ആണെങ്കിൽ ഇത്തവണ 6 പേരാണ് കളമശ്ശേരി നഗരസഭയിൽ ലീഗിൻ്റെ അംഗങ്ങളായിട്ട് എത്തുന്നത്. തൃക്കാക്കരയിൽ കഴിഞ്ഞ 5 പേരാണെങ്കിൽ ഇത്തവണ അത് 6 ആയിട്ട് ഉയർന്നു. അതുപോലെ തന്നെ കോതമംഗലം പല്ലാരിമംഗലത്ത് 9 സീറ്റുകളും ലീഗിന് നേടാൻ സാധിച്ചു. പായിപ്രയിൽ 9 പേർ, മൂവാറ്റുപുഴയുടെ ഭാഗമായിട്ടുള്ള പായിപ്രയിൽ 9 പേർ ലീഗിൻ്റെ മെമ്പർമാരായിട്ടുണ്ട്. അങ്ങനെ ആകെ നോക്കുമ്പോൾ എറണാകുളത്ത് വലിയ സ്വാധീനം ലീഗിനെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ആ മേഖലയിലുള്ള ലീഗിൻ്റെ വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിൽ കഴിഞ്ഞ തവണ 2020-ൽ 20 സീറ്റാണ് ലീഗിൻ്റെ ആളുകൾ ജയിച്ചതെങ്കിൽ ഇത്തവണ അത് 35 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൽ തന്നെ തൊടുപുഴ നഗരസഭയിൽ മത്സരിച്ച 9-ൽ 8 ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ആലപ്പുഴയിലും ലീഗിന് നല്ല സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അവിടെ മുൻപത്തേക്കാൾ 5 അംഗങ്ങളെ അധികമായിട്ട് ലീഗിന് നൽകാൻ സാധിച്ചു. മുമ്പ് 13 ആണെങ്കിൽ ഇത്തവണ 18 പേർ. അതിൽ തന്നെ നഗരസഭയിലേക്ക് ആലപ്പുഴ നഗരസഭയിലേക്കും ലീഗിൻ്റെ പ്രാതിനിധ്യത്തോണം ഉണ്ട് എന്നുള്ളതാണ്. കോട്ടയത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് തന്നെ പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കോട്ടയത്ത് 17 പേരാണ് 2020-ൽ ലീഗിൻ്റെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 20 ആയിട്ട് ഉയർന്നു. പക്ഷേ അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ട നമുക്കറിയാം SDPIയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ടൊക്കെ അവർ അവകാശപ്പെടുന്ന ഒരു നഗരസഭയാണ്, ഒരു മേഖലയാണ്. അവിടെ ലീഗിൻ്റെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ലീഗിൻ്റെ 10 പേരാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. അതുതന്നെ SDPIയുടെ 5 സീറ്റ് 3 സീറ്റാക്കി കുറച്ചു കൊണ്ടുവരാനും ലീഗിന് സാധിച്ചു. 2 പേർ അവിടെ SDPIക്കെതിരെ മത്സരിച്ചാണ് വിജയിച്ചതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിൽ ലീഗിനെ അടയാളപ്പെടുത്തുന്നതിലുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ. പക്ഷേ ഇത്തവണ പത്തനംതിട്ടയും 7 പേർ ലീഗിൻ്റേതായിട്ട് നഗരസഭകളിലേക്കും ബ്ലോക്കിലേക്കും ഒക്കെ ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. കൊല്ലത്താണെങ്കിലും 19 പേർ ലീഗിൻ്റെ അംഗങ്ങളായിട്ട് അവിടെ വിജയിച്ച് കയറിയിരിക്കുന്നു. തിരുവനന്തപുരത്തും 13 പേർ ലീഗിൻ്റെ അംഗങ്ങളായിട്ടുണ്ട്. അതിൽ ഒരു കോർപ്പറേഷനുണ്ട്, ഒരു ജില്ലാ പഞ്ചായത്തുണ്ട്, മുനിസിപ്പൽ കൗൺസിലടക്കം 13 പേർ അങ്ങനെ അവിടെയും വിജയിച്ചു കയറണം. അങ്ങനെ നോക്കുമ്പോൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇതുവരെ ഇല്ലാത്ത അഭൂതപൂർവമായ ഒരു വളർച്ച ലീഗ് നേടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മലബാർ പാർട്ടി മലപ്പുറം പാർട്ടി എന്ന ആ കളിയാക്കലുകൾ ഇനി ലീഗിൻ്റെ നേർക്ക് വില പോവില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളും PMA സലാമും അടങ്ങുന്ന നേതാക്കളെല്ലാം പല ഒരു തെക്കൻ ജില്ലകളിൽ പ്രചരണത്തിനായി പോയിട്ടുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അദ്ദേഹമായിരുന്നു ഈ ഒരു മേഖലയിൽ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ മേഖലയുടെ ആ പ്രചരണത്തിൻ്റെയൊക്കെ ചുമതലയുണ്ട്. അവരൊക്കെ വളരെ നേരത്തെ തന്നെ ആ ഒരു മേഖലയിൽ പ്രചരണം നടത്തുകയും ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നടത്തിയതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ വിജയമെന്ന് അവർ അവകാശപ്പെടുന്നു. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. മുൻപൊക്കെ ഈ ക്രൈസ്തവ മേഖലയിൽ ലീഗിനോടുള്ള ഒരു താല്പര്യക്കുറവ് അവർക്ക് തിരിച്ചടി നൽകിയിരുന്നു വിലയിരുത്തലുണ്ട്. അതൊക്കെ തിരുത്തുകയാണ് മുസ്ലിം ലീഗ്. പ്രത്യേകിച്ച് എറണാകുളത്തെയൊക്കെ അവരുടെ വളർച്ച സൂചിപ്പിക്കുന്നത് ക്രൈസ്തവ മേഖലയിൽ നിന്നുകൂടി അവർക്ക് അനുകൂലമായിട്ട് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ലീഗിൻ്റെ സ്വീകാര്യത അവിടെയും വർദ്ധിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതാണ് എറണാകുളത്തെയും മറ്റും വിജയമുള്ളത്. ഇനി മറ്റൊരു ഇതിൻ്റെ തുടർച്ചയെന്ന് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നമുക്ക് പാലക്കാടിനപ്പുറം തൃശ്ശൂരും എറണാകുളവും കൊല്ലവും 3 സീറ്റുകളിൽ മാത്രമായിരുന്നു നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ വരെ ലീഗ് മത്സരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിച്ച ഈ ഒരു വലിയ വിജയം കൂടുതൽ സീറ്റുകൾക്ക് അവർക്ക് അർഹതയുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നുകൂടിയാണ്.
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ലീഗിന് കൂടുതൽ സീറ്റുകൾ ചോദിക്കുവാനും അത് നൽകുവാൻ UDF നിർബന്ധിതമാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. അതായത് അവർ ഒരു മലബാർ പാർട്ടി മാത്രമല്ല എന്ന് തെളിയിക്കുന്ന ഒരു വിജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, News 18.